ആ, രണ്ടാളും കൂടി ഇതാണല്ലോ ഇവിടെ പരിപാടി. അയ്യോ മോളെ, ഞങ്ങൾ വെറുതെ. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ദിനേശ് ചേട്ടാ, ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ബാലായിട്ട് ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ലെന്ന് കരുതി ഈ വക പരിപാടി ഞാൻ സമ്മതിക്കില്ല. ഇല്ല കുഞ്ഞ്, ഇന്നത്തോടെ നിർത്തി. അറിയാതെ പറ്റിപ്പോയതാ. ബാലൻ കുഞ്ഞിനോട് പറയരുത്. പറമ്പുഴ വെറുതെ കാട് പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ ബാലായിട്ട് സമ്മതിച്ച്. എന്റെ ദീപക്കുഞ്ഞ്, ഞാൻ ആണയിട്ട് പറയാം, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഇതാരാ പുതിയൊരാള്? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ദീപയുടെ ചോദ്യത്തിനു മുമ്പിൽ അരുണൊന്ന് പരിങ്ങി. ഇത് നമ്മുടെ മാധവേട്ടന്റെ മോനാ, നമ്മുടെ കല്യാണി ടെക്സ്റ്റൈൽസ്. ഓ, മാധവേട്ടന്റെ മോനാണല്ലേ? ദീപയുടെ മുഖത്ത് പെട്ടെന്നൊരു പുച്ഛം അരുൺ ശ്രദ്ധിച്ചു. അരുണ് ഖത്തറിലായിരുന്നു കുഞ്ഞെ. കോവിഡ് വന്ന് പെരുകിയപ്പോൾ ഉള്ള പണിയും പോയി നാട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിൽ കുത്തിയിരുന്ന് ബോറടിച്ചപ്പോൾ എനിക്കൊരു സഹായത്തിന് ഞാൻ കൂടെ വിളിച്ചതാ. ഓ, ഇതാണോ സഹായം? അയ്യോ, ആരും കുടിക്കത്തൊന്നുമില്ല കുഞ്ഞെ. ദിനേശ് ഏട്ടൻ നിഷ്കളങ്കമായ അരുണിന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചു. അരുണും പതിയെ ദീപയെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. രണ്ടാളെ ഒന്നുകൂടിയും കണ്ണുരുട്ടി നോക്കിയിട്ട് ദീപ തിരിഞ്ഞടന്നു. ഇതേതാ ദിനേശ് ഏട്ടാ ഈ ഫൂലൻ ദേവി? അരുണൊന്ന് പല്ലുറുമി. ഒന്ന് പയ്യെ പറയാനുണേ, അതിന്റെ ആനച്ചെവിയാ. അത് ഇവിടുത്തെ ഇളയതാ. ഇളയതായാലും മൂത്തതിന്റെ പവറാണല്ലോ. അത് പിന്നെ അരുണേ, ബാലനൊരു പാവ, ഇങ്ങോട്ടൊന്നും ഇറങ്ങില്ല. അതെങ്ങനെയാ? 2 തടിമില്ല് തന്നെ നോക്കിയെടുത്താൻ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. പോരാത്തതിന് സ്ഥലക്കച്ചവടം വേറെ. ദീപക്കുഞ്ഞിന് പിന്നെ ബാങ്കിലാ ജോലി. ആ ബാങ്കിൽ നിന്നാ നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ മാധവേട്ടൻ ലോൺ എടുത്ത്. അതാണ് മാധവേട്ടന്റെ മോനാണെന്ന് പറഞ്ഞപ്പോ മൂപ്പത്തിയുടെ മോറൊന്ന് മാറിയത്. ബാങ്കിലെ ലോണെന്ന് ദിനേശ് ഏട്ടൻ പറഞ്ഞതും അരുണിന്റെ മുഖവും ഒന്ന് പാടി. നീ ഒന്ന് സമാധാനപ്പെടാ മോനെ, അതൊക്കെ വഴിയെ അടച്ച് തീരുന്നേ. അതൊക്കെ ഇനി എങ്ങനെ അടച്ചു തീർക്കാനാ ദിനേശ് ഏട്ടാ? കൊറോണ കാരണം എനിക്ക് ഉണ്ണയൊന്നും ഇനി തിരിച്ചു പോകാനും പറ്റില്ല. പോയിട്ടാണെങ്കിൽ 2 കൊല്ലം ആയിട്ടുമില്ല. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവുന്നേ. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളാവും. ദിനേശ് ഏട്ടൻ ചീഞ്ഞൊരു വാഴക്കന്ന് കുനുവിനെ വെട്ടി വാഴത്തരത്തിലേക്ക് ഇട്ടു. അല്ല അരുണേ, നിനക്ക് ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഇവിടെ ഒന്ന് തട്ടിക്കൂട്ടിക്കൂടെ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല ദിനേശ് ഏട്ടാ. തുടങ്ങുമ്പോൾ നല്ല കാര്യമായിട്ട് വേണം അതിലേക്ക് കാലെടുത്ത് വെക്കാം. പിന്നെ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മൾ മിനിമം ഒരു 3 മാസമെങ്കിലും അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം. ഇല്ലച്ചാപ്പുള്ളൂ. അല്ല മോനെ, നിന്റെ ഉള്ളിൽ തുടങ്ങാൻ പോണതിനെ കുറിച്ച് വല്ല പ്ലാനും ഉണ്ടോ? പ്ലാൻ ഉണ്ടായിട്ട് കാര്യമല്ലോ ഏട്ടാ. എല്ലാത്തിനും മുന്നേ കയ്യിൽ കാശ് വേണ്ടേ? മാധവേട്ടൻ നല്ലൊരു മനുഷ്യനാ. ആ മനുഷ്യന്റെ എല്ലാ കുരുത്തവും മോന് കിട്ടിയിട്ടുണ്ട്. കുരുത്തം വേറെ പണം വേറെ ദിനേശ് ഏട്ടാ. തൽക്കാലം ആ ഭദ്രകാളിങ്ങ് വരുന്നതിന് മുമ്പേ ഇതങ്ങ് അടിച്ചു തീർക്കാം. ആ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിനേശ് ഏട്ടൻ മോണായിട്ട് ചിരിച്ചു. വൈകിട്ട് ഉണ്ണാനിരുന്നപ്പോൾ അമ്മയുടെ മുഖം പതിവിലൊന്നുകൂടെ വാടിയതായി അരുൺ കണ്ടു. ബാങ്കിൽ നിന്ന് ഇന്നു 2 പേര് വന്നിരുന്നു മോനെ. 5 മാസത്തെ കുടിശ്ശികയുണ്ടെന്ന്. അത്രയും പറഞ്ഞ് അമ്മയെ നെടുവർപ്പെട്ടു. ഓക്കെ, ശരിയാവും അമ്മേ. എൻ്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങും. അച്ഛനെ കൊണ്ടൊന്നും ഇനി അത് അടച്ചു പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം എൻ്റെ കുട്ടിയുടെ തലയിൽ തന്നെ ആയല്ലോ. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളാവും നമ്മ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. തൽക്കാലം ചിരി ചോറും എടുത്ത് നല്ല വിശപ്പ്. ഉള്ള വാഴക്കണ്ണ് മൊത്തം ചുവന്ന് മനുഷ്യനെ നടുവൊടിഞ്ഞു. പിറ്റേന്ന് അരുൺ രാവിലെ തന്നെ ദിനേശ് ചേട്ടനെയും കൂടി ദീപയുടെ ബാങ്കിലെത്തി. ദീപക്കുഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ലെന്നാ തോന്നുന്നായിരുന്നേ. മണി 9:30 കഴിഞ്ഞില്ലേ? നമുക്കിതാ വളർക്കാൻ ചെല്ലുമ്പോൾ അവിടെ വെച്ച് തന്നെ ചോദിക്കായിരുന്നു. ഏയ്, അതൊന്നും ശരിയാവില്ല കേട്ടോ. നമ്മൾ അവിടെ വെച്ച് ചോദിച്ചാൽ അതൊരു വിവരക്കേടായി മാറും. എൻ്റെ അരുണേ, ഏതായാലും ഈ ബാങ്കിലെ ആൾ തന്നെയല്ലേ ദീപമോളും. അപ്പോൾ അവിടെ വെച്ച് ചോദിച്ചാൽ എന്നാ കുഴപ്പം? അതല്ല ദിനേശ് ചേട്ടാ, നമ്മൾ ലോണാണ് അപേക്ഷിക്കാൻ പോകുന്നത്. അതിനൊക്കെ അതിൻ്റെതായ ചില രീതികളുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. ദിനേശ് ചേട്ടനൊന്ന് നെടുവർപ്പെട്ടു. 10 മണിയോടെ ദീപ ബാങ്കിന്റെ വലിയ ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന കണ്ട് അരുണും ദിനേശ് ചേട്ടനും ഇരുന്ന ഇരിപ്പിൽ നിന്നും ദീപ കാണുക എഴുന്നേറ്റു. ദീപ അവരെ കണ്ടതായി ഭാവിക്കാതെ നേരെ ക്യാബിനിലേക്ക് കയറി. ഏതാണ്ട് 1 മണിക്കൂർ കാത്തിരുന്നു. അരുണും ദിനേശ് ചേട്ടനും ദീപയുടെ മുന്നിലെത്തി. 2 പേർക്കും ഇരിക്കാൻ ചെയർ കൊടുത്തു. ദീപ 2 പേരെയും മാറി മാറി നോക്കി. എന്താ രണ്ടാളും രാവിലെ തന്നെ? ദിനേശ് ചേട്ടൻ അക്കൗണ്ട് പോലെ എടുക്കാറുണ്ടോ? ദിനേശ് ചേട്ടൻ ഇല്ലെന്ന ഭാവത്തിൽ തലയാട്ടി. ഇയാൾക്കോ? ചോദ്യം അരുണോടായിരുന്നു. മേഡം, ഞാനൊരു പുതിയ ലോൺ അപേക്ഷിക്കാൻ വന്നതായിരുന്നു. അങ്ങനെയാണ്. ദീപ ഒന്ന് കൊച്ചാക്കുന്ന തരത്തിൽ മറുപടി കൊടുത്തു. അല്ല കുഞ്ഞെ, അരുണിന് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാ. ദിനേശ് ചേട്ടൻ ശബ്ദവും താഴ്ത്തി പറഞ്ഞു. അതൊക്കെ ശരി തന്നെ ദിനേശ് ചേട്ടാ. പക്ഷെ ഞാനല്ല ഇവിടെ ലോണ് പാസ്സാക്കുന്നത്. അതറിയാം കുഞ്ഞെ, പക്ഷെ കുഞ്ഞിൻ്റെ കൂടെ ഒരു പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ ദീപയൊന്ന് കടുപ്പിച്ച് ദിനേശ് ചേട്ടനെ നോക്കി. മേഡത്തിൻ്റെ ഒരു ശുപാർശ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്നാവുമെന്ന് കരുതിയിട്ടാ. നോക്കരുൺ, ഞാൻ ആരെയും ലോൺ കാര്യത്തിന് പിന്തുണക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഇവിടെ അപേക്ഷ നൽകിയിട്ട് പോവാം. പിന്നെ പഴയ ലോണിൻ്റെ അടവ് മുടങ്ങിയെടുക്കുന്നതുകൊണ്ട് പുതിയ ലോൺ ബാങ്ക് നൽകുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ച് പുതിയ ലോൺ അപേക്ഷിക്കാതിരിക്കൊന്നും വേണ്ട. ഇത്രയും പറഞ്ഞ് ദീപ മേശവൽപ്പിൽ നിന്നൊരു ഫയലെടുത്ത് തൻ്റെ ജോലി തുടങ്ങി. വന്നതിനും സംസാരിച്ചതിനും ഫലമില്ലാത്തതുകൊണ്ട് അരുണും ദിനേശ് ചേട്ടനും പതിയെ എഴുന്നേറ്റു.
ആ പിന്നെ ദിനേശ് ചേട്ടാ റബ്ബർ തൈ ഇറക്കിയിട്ടുണ്ടെന്ന് ബാലേട്ടൻ പറയാൻ പറഞ്ഞു. ആ ശരി കുഞ്ഞേ എന്ന് പറഞ്ഞ് ദിനേശ് ചേട്ടനും പുറകെ അരുണും ബാങ്കിൽ നിന്ന് ഇറങ്ങി. എങ്ങനെയുണ്ട് ദിനേശ് ചേട്ടാ ഇത്തവണത്തെ തൈകള്? അരുണും ദിനേശനും കൂടി റബ്ബർ തൈ എണ്ണിത്തിട്ടപ്പെടുന്നതിനിടയിൽ ബാലൻ അങ്ങോട്ടേക്ക് വന്നു. കുഴപ്പമില്ല ബാലൻ കുഞ്ഞേ, മറ്റന്നാ വെച്ചു തുടങ്ങാം. വലിയ മെച്ചൊന്നും ഉണ്ടായിട്ടില്ല ദിനേശ് ചേട്ടാ. ദീപമോട് നിർബന്ധം കൊണ്ടാ ഇവിടെ റബ്ബർ വെക്കാന്ന് എഴുതിയത്. അല്ല ഇത് നമ്മുടെ മാധവേണ്ണ പോലല്ലേ? ആ അതെ. അരുണൊന്ന് ബാലൻ നോക്കി ചിരിച്ചു. ദീപനോട് പറഞ്ഞായിരുന്നു ദിനേശന്റെ കൂടെ ഒരാൾ കൂടി സഹായത്തിന് എത്തിയിട്ടുണ്ടെന്ന്. ഏതായാലും നന്നായി. യുവാക്കളൊക്കെ ഇങ്ങനെ മണ്ണിലിറങ്ങി അധ്വാനിക്കാൻ നല്ലതാണെന്നേ ഞാൻ പറയും. ബാലൻ അഭിമാനത്തോടെ അരുണിനെ നോക്കി പറഞ്ഞു. 1-2 വട്ടം കറങ്ങി ബാലൻ പോയി. ബാലൻ നടന്നു നീങ്ങിയതും ദിനേശ് ചേട്ടൻ ഓടി വന്ന് അരുണിന്റെ അടുത്ത് പറഞ്ഞു. അരുണേ ചിലതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. എന്ത് തെളിഞ്ഞു വരുന്നുണ്ടെന്നാ ദിനേശ് ചേട്ടൻ പറയുന്നത്? അല്ല മോനെ, റബ്ബർ തൈ ഇറക്കാൻ ഞാൻ കട്ടക്ക് പറഞ്ഞു നോക്കിയിട്ടും സമ്മതിക്കായിരുന്ന ബാലൻ ദീപക്കുഞ്ഞ് പറഞ്ഞിങ്ങനെ ഇറക്കണമെങ്കിൽ അരുൺ ദിനേശ് ചേട്ടനൊന്ന് വല്ലാതെ നോക്കി. അല്ല എന്തൊക്കെയോ ഇങ്ങനെ തെളിഞ്ഞു വരുന്നില്ല അരുണേ. ആകാശം നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. വെയിൽ മൂക്കുന്നതിന് മുമ്പ് ഈ തൈകളൊക്കെ ഒന്ന് ഒതുക്കാൻ നോക്കാം, അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അരുണും ദിനേശ് ചേട്ടനും അങ്ങനെ റബ്ബർ തൈ വെച്ചു തുടങ്ങി. അരുണായതുകൊണ്ട് ദിനേശ് ചേട്ടന് കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു. ഇടയ്ക്ക് ദീപയുടെ കൂടെ കൂടുമായിരുന്നു. ഒരു ദിവസം വാഴയുടെ ചോല വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് കത്തിയൊന്നും തെന്നി അരുണിന്റെ കൈയൊന്ന് മുറിഞ്ഞു. അന്ന് ദിനേശ് ചേട്ടൻ കൂടെയില്ലായിരുന്നു. സമയം തെറ്റിയ നേരത്തായതുകൊണ്ട് ചോര കുറെ പോയിരുന്നു. അന്ന് ബാങ്ക് അവധിയായിരുന്നുകൊണ്ട് ദീപ ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങിയിരുന്നു. കൈ പൊതിഞ്ഞ് അരുൺ ഇരിക്കുന്നത് കണ്ട് ദീപ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അരുണിന്റെ കയ്യിലൂടെ ചോര ഇറങ്ങുന്ന ദീപ കണ്ടത്. അയ്യോ ഇതെന്നാ പറ്റി എന്ന് ചോദിച്ച് അരുണിന്റെ കയ്യിൽ പിടിച്ചു. ഏയ് ചോല വെട്ടിയപ്പോ കത്തിയൊന്ന്, അരുൺ വിക്കിയൊന്ന് പറഞ്ഞു. ചോര ഒരുപാട് പോയതുകൊണ്ടാവണം അരുണിന്റെ മുഖത്ത് പെട്ടെന്നൊരു ക്ഷീണമുണ്ടായി. കണ്ണുകൾ പതുക്കെ അടഞ്ഞു തുടങ്ങി. ദീപ പെട്ടെന്ന് അരുണിനെ തന്റെ വലത് കൈയിൽ താങ്ങിയെടുത്ത്. അരുണിന്റെ കണ്ണുകൾ ചെറുതായി അടഞ്ഞു തുടങ്ങിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അരുൺ കണ്ണുറന്നപ്പോൾ ദീപയും ദിനേശേട്ടനും മുന്നിലുണ്ടായിരുന്നു. പെട്ടെന്ന് അരുൺ ചാടി എഴുന്നേറ്റപ്പോൾ ദീപ വീണ്ടും ഓടി വന്ന് അരുണിനെ പിടിച്ചു. വേണ്ട ഇപ്പൊ കുഴപ്പമില്ല, വെയിലിന്റെ ചൂടും കുറച്ച് ഓരയും പോയപ്പോ പെട്ടെന്നൊരു ക്ഷീണം പോലെ തോന്നിയതാ, അരുൺ കയ്യിലെ കെട്ടിലേക്ക് നോക്കി പറഞ്ഞു. ദീപ ഓടി വന്ന് അരുണിനെ പിടിക്കുന്ന കണ്ടപ്പോൾ ദിനേശേട്ടൻ ഒരു കള്ളച്ചിരി വന്നു. ആ ലോൺ അങ്ങ് പാസ്സായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു, ദിനേശേട്ടനൊന്ന് ആക്കി പറഞ്ഞു. അരുൺ ദിനേശേട്ടനെ രൂക്ഷമായി നോക്കി. സത്യത്തിൽ അരുണിന്റെ അവശനായ ഇരിപ്പും കയ്യിലെ മുറിവും ദീപക്കൊരു നോവായി. പിറ്റേന്ന് വയ്യാത്ത കൈയും വെച്ച് ദിനേശേട്ടന്റെ കൂടെ കണ്ട അരുണിനടുത്ത് ദീപ ഒരു കവറുമായി എത്തി. ഇനി കൈയൊന്നും മുറിയാതിരിക്കാൻ ഇതിരിക്കട്ടെ. ദീപ കവർ അരുണിനെ ഏൽപ്പിച്ചു. ദിനേശേട്ടനും അരുണും പരസ്പരം നോക്കി. ബാലേട്ടന്റെ കൂട്ടുകാരൻ പുതുതായിട്ട് തുടങ്ങുന്ന കമ്പനിയിലേക്കുള്ള മാനേജർ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്, ദീപ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല മോളെ, ഇത്രയും ശരിയാക്കിയെങ്കിൽ ആ ലോൺ കൂടെ ഒന്ന് പാസ്സാക്കി കൊടുക്കരുതോ? ദിനേശേട്ട അതിശയോക്തിയോടെ പറഞ്ഞുപോയി. ആ നോക്കട്ടെ ദിനേശേട്ടാ, ലോണിന്റെ കേസ് ഞാനും ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദീപ തിരികെ നടന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നേ? ഞാനൊന്ന് പറഞ്ഞില്ലേ ചിലതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടെന്ന്. ഈ ബാങ്കിൽ നിന്ന് ഇനി കുറെ ലോൺ ഞാൻ എടുക്കും ദിനേശേട്ടാ, അരുൺ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നെഞ്ചോടി ചേർത്തുകൊണ്ട് പറഞ്ഞു.